ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ പറയുവാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതെന്നെക്കുറിച്ചാണോ ഈ പറയുന്നതെന്ന്. കൂട്ടുകാരെ, നമ്മളാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിനും തയ്യാറായിട്ടുള്ള ആളുകൾ. നമ്മുടെ ആരോഗ്യവും സാമ്പത്തികവും സമയവും എല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിലെ ചില ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവം. അവരുടെയൊക്കെ വിചാരം, എനിക്കൊരാവശ്യം വന്നാൽ ഇവരെല്ലാം എൻ്റെ കൂടെ നിൽക്കും, എന്നോട് ഇവർക്കെല്ലാം ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ് ഇവരെന്നെ എപ്പോഴും കൂടെ നിർത്തുന്നത്, എന്നെ ഓരോ ആവശ്യത്തിനും വിളിക്കുന്നത്. ഇതായിരിക്കാം അവരുടെ മനസ്സിലെ വിചാരം. പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ, ഇങ്ങനെയുള്ളവർക്ക് ഒരു സഹായം വരുമ്പോൾ, അവരെന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ആരും ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഒരു ഫോൺ ചെയ്താൽ പോലും എടുത്ത് അവരോട് ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും സമയം കൊടുക്കണമെന്നില്ല. ആ സമയത്താണ് ഇവർ റിയലൈസ് ചെയ്യുന്നത്, ദൈവമേ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയായിരുന്നോ ഞാൻ എൻ്റെ സമയവും സാഹചര്യവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ, എനിക്കൊരു സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യും. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? മദ്യത്തിലേക്കും മറ്റു പല ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും മാറിപ്പോകാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നിരാശാബോധത്തോടുകൂടി തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകാം. ഞാൻ പറയുന്ന കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാഹചര്യങ്ങളെ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവ് തന്നതിന് നന്ദി. എന്നിട്ടോ നിശബ്ദമായി അവിടെ നിന്ന് മാറിപ്പോവുക. എന്നിട്ട് എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ സ്വപ്നം, അത് കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി, അത് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അതിനുവേണ്ടി ഏറ്റവും സക്സസ് ആകണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. നാളുകൾക്ക് ശേഷം നിങ്ങളെ അവഗണിച്ച് നിങ്ങളെ മാറ്റിക്കളഞ്ഞവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ നടന്നു പോകുമ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യും, ദൈവമേ, ഇങ്ങനെ ഒരാളെയായിരുന്നു ഞാൻ അവഗണിച്ചത്, ഇത്രയും നല്ലൊരു കൂട്ടായിരുന്നു ഞാൻ ഉപേക്ഷിച്ചത്. അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് ആയ ജീവിതമാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരെ പറയുന്നത്, നിങ്ങളെ തകർത്ത നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ അവസാനമായിരുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യങ്ങളോട്, വ്യക്തികളോട് എല്ലാം നന്ദി പറയൂ. കാരണം ആ സാഹചര്യങ്ങളും ആ വ്യക്തികളുമാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കിയത്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എപ്പോഴും മുൻപോട്ട് തന്നെ പോവുക. അതാണ് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ജയം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.